എന്തായാലും ജമലുള്ളത് നെഞ്ചിന് തായെന്നാണ്. പക്ഷെ നിങ്ങളെ പുസ്തകത്തിൽ ജമലുള്ളത് ഓക്കെ, അപ്പൊ നേരത്തെ പറഞ്ഞത് ശരിയല്ല. നിങ്ങളെ നമ്മളെ ഈ മുഖാമുഖം കൊണ്ട് വലിയ കാര്യമുണ്ട്. എന്താണെന്നറിയ ഒരുപാട് മുജാഹിദ് മൗലവിമാർ നേരത്തെ പറഞ്ഞ അബദ്ധങ്ങൾ കുറെ തിരുത്താൻ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങളെ ബുക്കിലുള്ളത് നെഞ്ചിന്റെ മുകളിൽ എന്നല്ല, അത് നിങ്ങൾ ഓർക്കണം. നെഞ്ചിന്റെ മുകളിൽ എന്നല്ല, നെഞ്ചിന്റെ മുകളിൽ എന്നല്ല. അതിന്റെ മാൻ എന്താണെന്നാ ഞാൻ നേരത്തെ പറഞ്ഞത്. അനബി മദ്ഹബാണ്. അതെ, അനബി മദ്ഹബാണ്. അതാ ഞാൻ പറഞ്ഞത്. അനബി മദ്ഹബ് ഷാഫി മദ്ഹബ് ഒരുപോലെ അല്ല. ഞാൻ പറഞ്ഞല്ലോ, അത് പുരുഷൻ പൊക്കലിന്റെ താഴെ കെട്ടണം എന്നാണ് ഓല മദ്ഹബിലുള്ളത്. അപ്പൊ സ്ത്രീകൾ അങ്ങനെയല്ല, നെഞ്ചത്ത് ഇവിടെ ആയിട്ടാ കെട്ടേണ്ടത്. ഇത്രേ അതിനകത്തുള്ളൂ. മുജാഹിദ് കെട്ടുപോലെ അഷ്റഫുല്ലാഹുറല്ലോ അവിടെ കെട്ടണം എന്നില്ല. അത് നിങ്ങൾ സമ്മതിച്ചത് നന്ദി. ശരി, എന്റെ അവസാന ചോദ്യം, പ്രസക്തമായ ചോദ്യം എന്താ വെച്ചാൽ, എന്റെ ഭാര്യ പള്ളിയിലേക്ക് പോകുവാൻ അനുവാദം ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യണം? ഏത് പള്ളിയിൽ? നിങ്ങളെ വീട്ടിലുള്ള പള്ളിയോ, നിങ്ങളെ തൊടുവിലുള്ള പള്ളിയോ, അന്യ പുരുഷന്മാർ പങ്കെടുക്കുന്ന പള്ളിയോ? അല്ല, പള്ളിയിൽ ഈത്തിക്കാഫിരിക്കാൻ പോകുന്ന കാര്യം ചോദിക്കും. പള്ളി അവനാന്റെ വീട്ടിലുണ്ടാക്കിയ പള്ളിയാണ്, വീട്ടിലൊരു റൂം പള്ളിയാക്കിയ പള്ളിയാണ്, അവനാന്റെ തൊടുവിൽ പള്ളി ഉണ്ടാക്കിയാലും പള്ളിയാണ്. നിങ്ങൾ ഏത് പള്ളിയെ കുറിച്ചാണ് ചോദിച്ചത്? അല്ല, ഈത്തിക്കാഫ് പള്ളിയിൽ മാത്രമേ പറ്റുന്ന, വീട്ടിലെ പള്ളി പറ്റൂല എന്ന് 100 അബ്സാറിലില്ലേ? ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കാണിച്ചത് വെല്ലുവിളിക്കുന്നു, അതല്ലേ രസം. എന്നാ അടുത്ത നിങ്ങൾ കാണിക്കോളം വേറെ ആളെ ചോദിച്ചോട്ടെ, വേറെ ആൾക്കാരുണ്ടെങ്കിൽ. അതല്ലേ ഞാൻ ചോദിക്കുന്നത്, നേരം കളയണ്ട, നിർത്തിയാണ്. അപ്പൊ നമുക്ക് ഏതായാലും ഒരു കാര്യം ഇടയ്ക്ക് ഞാൻ മുമ്പ് ചോദിക്കണം. ഒരു കാര്യം പറയാം നിങ്ങൾക്ക്. ഞാനിത് ഇങ്ങനെ പറയും, നിങ്ങൾ മുജാഹിദ് മൗലവി കളവ് പറഞ്ഞു. അപ്പൊ എന്നെ കുറിച്ച് വളരെ മോശമായ ധാരണയുള്ള ആളുകൾ ഇവിടെ ഉണ്ടാവും. ഞാൻ കുറ്റപ്പെടുത്തില്ല. എന്താ ഇയാൾ ഇങ്ങനെ മുഖത്ത് നോക്കി കളവ്? അതിന്റെ തെളിവ് ഞാൻ പറയാം. ഇത് മുജാഹിദിന്റെ ഇസ്ലാഹ് മാസികയാണ്. ഇത് അനുഭവങ്ങളിലൂടെ എന്ന് പറഞ്ഞിട്ട് മുജാഹിദ് പറയാം. നിങ്ങളതൊന്ന് കേൾക്കണം. അതാരാ വിശദീകരിക്കുന്നത്? എൻ അബ്ദുറഹിമാൻ മൗലവി എന്ന് പറഞ്ഞ ആളാ. അയാൾ എവിടെയുള്ളതാണെന്നറിയോ? മലപ്പുറം ജില്ലയിലെ തെക്കൻ കുറ്റൂര് മുജാഹിദ് പള്ളിയിലെ ഇമാമാണ്. മുജാഹിദ് പള്ളിയിലെ ഇമാമ. ഇയാൾ തന്റെ അനുഭവം വിവരിക്കുക. ഇയാൾ സുന്നിയായിട്ടില്ലട്ടോ, ഇപ്പോഴും മുജാഹിദ് തന്നെയാണ്. ഇയാൾ അനുഭവം വിവരിക്കുന്നത് ഏത് പുസ്തകത്തിലാണെന്നറിയണം നിങ്ങൾ? ഇസ്ലാഹ് മാസിക സമ്മേളന പതിപ്പ്. മുജാഹിദിന് നിലവിലുള്ള പ്രസിദ്ധീകരണം തീവ്രത പോരാത്തത് കൊണ്ട് തീവ്രവാദി മാസികയായി മുജാഹിദ് അച്ചടിച്ച് വിട്ട മാസികയാണ് ഇതിൽ കണ്ടോ, വളണ്ടിയർ കോറത്തിൽ ഒരു സജീവ അംഗമായിരുന്ന അബ്ദുറഹിമാൻ മൗലവി ഇടത്തുനാട്ടുകാർ തന്റെ അനുഭവങ്ങൾ വിവരിക്കുന്നു. അയാൾ പറയാം, എന്താ പറയുന്നത്? നിങ്ങൾ കേടുണ്ടോ സഹോദരന്മാരെ? നുണ ചിലപ്പോൾ മനുഷ്യന്മാരൊക്കെ മുജാഹിദുകളും പലരും പറയും. എന്നാലും നുണ പറയൽ മത്സരം നടത്തുക എന്ന ഒരു സംഗതി അത് ലോകത്ത് നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എത്ര പ്രസ്ഥാനങ്ങളുണ്ട് നമ്മളെ മതമില്ലാത്തവരും യുക്തിവാദ പ്രസ്ഥാനങ്ങൾ വരെയുണ്ട്. ഇവരാരെങ്കിലും ഒരു നുണ പറയൽ മത്സരം നടത്തി നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്നാ അത് കേട്ടോളി. ലോക ചരിത്രത്തിൽ അത് നടത്തിയത് ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആകത്തുകയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന മുജാഹിദുകളാണ് സഹോദരന്മാരെ നുണ പറയൽ മത്സരം നടത്തിയത്. നുണ പറയൽ മത്സരം എന്തായിരുന്നു? ഞാൻ വായിക്കാം. ഞങ്ങളുടെ ക്യാമ്പുകളിൽ അത് പറയണം, നുണ പറയൽ മത്സരങ്ങൾ തന്നെ നടന്നിരുന്നു. ഇത് മുജാഹിദ് മൗലവിന് പറയാ, ഞങ്ങളതിൽ പങ്കെടുത്തിരുന്നു. ആർക്കും നോക്കാം, മലയാളല്ലേ, ആർക്കും വന്ന് നോക്കാം. വിദ്വേഷത്തോടെ എന്നെ നോക്കുന്ന ആളുകൾക്കും വന്ന് നോക്കാം. തിരിച്ചു തരണം എന്നുള്ളൊരു വ്യവസ്ഥ മാത്രമേ ഉള്ളൂ. അത് പറയുന്നു, ഞങ്ങളുടെ ക്യാമ്പുകളിൽ നുണ പറയൽ മത്സരങ്ങൾ തന്നെ നടന്നിരുന്നു. 1996 ഡിസംബറിൽ മേപ്പയ്യൂർ സ്കൂളിൽ അസ്ഗർ അലി മൗലവി, PT ബീരാൻകുട്ടി സുല്ലമി, അലി മഹുലവി പത്തനാപുരം എന്നിവരുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട 100ഓളം BC പ്രവർത്തകന്മാരുടെ രഹസ്യയോഗം നടന്നു. അതിൽ എടത്തനാട്ടുകര മഹലിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 4-ൽ ഞാൻ. നോക്ക് നിങ്ങൾ, എടത്തനാട്ടുകര മഹലിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 4-ൽ ഒരാളായിരുന്നു ഞാൻ. എന്നിട്ട് അദ്ദേഹം പറയും, പ്രസന്നവേഷം, മിമിക്രി, കയറിൽ തൂങ്ങിയുള്ള കയറ്റം, നുണ പറയൽ മത്സരം മുതലായവ ആ ക്യാമ്പിൽ വെച്ച് നടന്നു. എന്തൊക്കെയാ നടന്നത്? ഒന്ന്, പ്രസന്നവേഷം, ഖുർആനും സുന്നത്തും അനുസരിച്ചുള്ള ഒരു മത്സരമാണിത്, മനസ്സിലാക്കണം. പ്രസന്നവേഷം. പിന്നെ മിമിക്രി. ഖുർആനും സുന്നത്തിലെ സൂറത്തുൽ ബഖറയിൽ അള്ളാഹു കാര്യമായിട്ട് പറഞ്ഞൊരു വിഷയമാണല്ലോ മിമിക്രി നടത്തുന്ന കാര്യം, നിങ്ങൾക്ക് അറിയില്ലേ? ആ മിമിക്രി. വേറൊന്നാണ് കയറിൽ തൂങ്ങിയുള്ള കയറ്റം. കയറിൽ തൂങ്ങിയുള്ള ഇറക്കാണെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുന്നതെങ്കിലും വെക്കായിരുന്നു. കയറിൽ തൂങ്ങിയുള്ള കയറ്റം എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ചിന്തിച്ചോളി. കയറിൽ തൂങ്ങിയിട്ടുള്ള കയറ്റം എന്തിനു വേണ്ടിയാണ് ഞാൻ പറയുന്നത്, ഞങ്ങൾ ചിന്തിച്ചു.
ചോദിച്ചാൽ മതി. സഹോദരന്മാരെ, എന്നിട്ട് കയറിൽ തൂങ്ങിയുള്ള കയറ്റം, നുണ പറയൽ മത്സരം, നുണ പറയൽ മത്സരം മുതലായവ ആ ക്യാമ്പിൽ വെച്ച് നടന്നു. അത് ഇസ്ലാമികമാണോ, നമുക്ക് ചേർന്നതാണോ എന്ന ചോദ്യങ്ങൾക്ക് ആവശ്യമായി വരും എന്നാണ് അസ്ഗർ അലി മൗലവി മറുപടി പറഞ്ഞത്. ഒക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും. നമുക്കിത് ഇസ്ലാമികമാണോ എന്ന് കുട്ടികൾ ചോദിക്കുകയാണ്. മൗലവിമാർ അവരാഗ്രഹം ആവശ്യമായിട്ട് വരും, ആഗ്രഹം നടത്തിക്കോളിയും. ഇയാളെ ഇന്റർവ്യൂവിൽ കാണാൻ ഇയാൾ പറഞ്ഞു സഹാബത്തൊക്കെ നുണ പറയൽ മത്സരം നടത്തിയിട്ടുണ്ട്. സഹാബത്തിനെ പറ്റി നുണ പറയാം, നുണ ആകെ ഒരു നുണ. എന്നിട്ട് കേൾക്കൂ നിങ്ങൾ, ഇയാൾ പറയുന്നു ഏതായാലും അന്നത്തെ നുണ പറയൽ മത്സരത്തിൽ 1ാം സ്ഥാനം എനിക്കും. ഇയാൾ പറയാ 1ാം സ്ഥാനം കിട്ടിയത് എനിക്കാണ്. 2ാം സ്ഥാനം പിരിച്ചുവിടപ്പെട്ട ISMന്റെ ഇന്നത്തെ സ്റ്റേറ്റ് ട്രഷറർ NM ജലീൽ മാസ്റ്റർക്കുമാണ് ലഭിച്ചത്. നിങ്ങൾ മുജാഹിദ് നേതാവാനുള്ള യോഗ്യത ഇതൊക്കെ. നുണ പറയൽ മത്സരത്തിൽ 1ാം സ്ഥാനം നേടുക, 2ാം സ്ഥാനം നേടുക, എന്നാൽ സ്റ്റേറ്റ് ട്രഷറർ, സ്റ്റേറ്റ് സെക്രട്ടറി. ഈ ജലീൽ മാസ്റ്റർ ഇപ്പൊ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണെന്നാണ് എന്റെ ഓർമ്മ. അങ്ങനെ ഈ വലിയ വലിയ നേതാക്കളാകാനുള്ള യോഗ്യത നുണ പറയൽ മത്സരത്തിൽ 1ഉം 2ഉം സ്ഥാനം നേടുക. ഓക്കെ നിങ്ങൾ. എന്നിട്ടോ മത്സര വിജയി എന്ന നിലക്ക് ഇയാൾ പറയാ, മത്സര വിജയി എന്ന നിലക്ക് 5 റെക്സോണ സോപ്പ് പെട്ടികളും കിട്ടി. എങ്ങനെയുണ്ട്? റബീഉൽ അവ്വലിന്റെ കുട്ടികൾ പാട്ടും പ്രസംഗം നടത്തിയിട്ട് നമ്മൾ പ്ലേറ്റ് കൊടുക്കുക, സോപ്പും പെട്ടി കൊടുക്കുക എന്ന മാതിരി ഈ കാക്കാക്ക് നമ്മൾ മത്സരം കൊടുത്ത് എന്താ കൊടുത്തത് നിങ്ങൾ? 5 റെക്സോണ സോപ്പും പെട്ടികളുമാണ്. എങ്ങനെയുണ്ട് മത്സരം? ആ മത്സരത്തിന് കിട്ടിയ സമ്മാനമാണ്. എന്നിട്ട് അയാൾ പറയുന്നു, സ്വരം മാറ്റി ഫോണിലൂടെ സംസാരിച്ച് തെറ്റിദ്ധാരണയുണ്ടാക്കാൻ തക്ക ഭാഗത്തിൽ മിമിക്രി പരിശീലനവും നടന്നു. അതിലും എനിക്ക് സമ്മാനം കിട്ടിയിരുന്നു. ഇയാൾ മഹാവില്ലനാണ്. എന്തായാലും ഇയാൾ പ്രതിഭയാണ്. ഇയാൾ എന്തായാലും 10 റാങ്ക് ഇയാൾക്ക്. അതിന്റെ വിശദീകരണം ഉണ്ട് റഷീദിന്റെ, കൂടി കൂട്ടികൾ മനസ്സിലാക്കാം. ഇതൊന്നും മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഈ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാല്, അതായത് ഒരു വിഷയം കൂടി നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ഇതിന്റെ മുമ്പ് തർത്തീബ് പ്രകാരം ഈ വിഷയം അവർ അവതരിപ്പിക്കുന്നുണ്ട്. അതും കൂടി കേട്ടോളി. ഈ മുജാഹിദ് ചില ആളുകൾക്ക് ധാരണ, മാന്യനാകാൻ മുജാഹിദൊക്കെ ആകണം, അങ്ങനെയൊക്കെ ഒരു ധാരണ ഉണ്ടല്ലോ. ഇത് മുജാഹിദ് ടൈംസ്, നമുക്ക് പണ്ട് സുന്നി ടൈംസ് ഉണ്ടായിരുന്നു. ഇതും കൂടി ഒന്ന് മുജാഹിദീങ്ങൾ ഓർക്കുന്ന നല്ലതാ. റാത്തീബ് വേണ്ട, മൗലൂദ് വേണ്ട, ഹദ്ദാദ് വേണ്ട, പിന്നെ എന്ത് വേണം അതും കൂടി കേട്ടോളി. ഈ ക്ലാസ് കഴിഞ്ഞാൽ കൂടുതൽ വിശദീകരിക്കണ്ടല്ലോ. പിന്നെ ക്ലാസ് തുടങ്ങി. ഇവിടെ അവരങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് ക്ലാസ് തുടങ്ങി. ഞങ്ങളെ സദാ നിരീക്ഷിക്കാൻ പ്രത്യേകം ആളുകളെ തയ്യാറാക്കിയിരുന്നു. ഉറക്കം തൂങ്ങുന്നവർക്ക് തക്ക ശിക്ഷ ലഭിച്ചിരുന്നു. എന്താ ശിക്ഷ? സ്കൂളിന്റെ കുന്നിൻ മുകളിൽ നിന്ന് താഴേക്കും തിരിച്ചും 7 പ്രാവശ്യം ഓടണം. ഒന്ന് തൂങ്ങിയാൽ 7 വട്ടം ഓടണം. അത്ര വലിയ ശിക്ഷ കൊടുത്താലേ ഇവരെന്നെ പഠിക്കുന്നു, ഉൾക്കെന്നെ അറിയാം. അതുകൊണ്ട് ആ 7 വട്ടം ഓടിച്ചത്. കേൾക്കണമെങ്കിൽ മുജാഹിദീന്റെ സംസ്കാരം തീർന്നില്ല. ഞാനും ഒരു പ്രാവശ്യം അത് ഏൽക്കേണ്ടി വന്നു. എന്നിട്ട് പരിപാടി എന്തൊക്കെയാന്നുള്ളത് കുറെ വേറെയുണ്ട്. മിമിക്രിയും മോണോ ആക്ടും മാത്രമല്ല, ഇതിന് മുമ്പ് നടന്ന കുറെ വിഷയങ്ങൾ തർത്തീബായിട്ട് ഇതിലൂടെ നിങ്ങൾ കേട്ടോളി. പിന്നീട് കരാട്ടെ പ്രദർശനവും അവിടെ നിന്ന് ആരംഭിക്കുന്ന ക്ലാസ്. കരാട്ടെ മുജാഹിദീങ്ങൾ ഇങ്ങോട്ട് കോലൊക്കെ മാറ്റി ആ ടൗസർ കൊണ്ട് കൊടുത്തിട്ട് പിന്നെ കരാട്ടെ തുടങ്ങി. ഇപ്പൊ നിങ്ങൾ കരാട്ടെ തുടങ്ങുകയാണ്. അങ്ങനെ ഇടയ്ക്ക് പോലീസ് വേഷത്തിൽ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. അത് എന്റെ കൂടെ വന്ന സംഘത്തിൽപ്പെട്ട ആളായിരുന്നു. പലരും അദ്ദേഹത്തെ കണ്ട് ഭയപ്പെട്ടു. കാരണം കൂടെ പാലക്കാട്ടുനിന്ന് ഈ ബസിന്റെ സീറ്റിൽ തൊട്ടടുത്തിരുന്ന ആള് സദസ്സിലെത്തിയപ്പോ പോലീസ് സാഹിബിനെ പേടിക്കാതിരിക്കോ? എന്നിട്ടോ ശേഷം കേൾക്കണേ, ശേഷം നിങ്ങൾ വിചാരിക്കൊരു അശറക്ക ജല്ലീന്ന്, അതൊന്നും അല്ല അവിടെ നടന്നത്. പിന്നെന്താ നടന്നത്? ബ്രൂസ് ലീയുടെയും ജാക്കി ചാന്റെയും സിനിമാ പ്രദർശനം കുറച്ചു നേരം കാണിച്ചു തന്നു. കേട്ടോ, റാത്തീബല്ല, ഹദ്ദാദല്ല, മൗലിദല്ല, മുജാഹിദിന്റെ തൗഹീദിന്റെ ധീരപ്പോരാളികൾ ഒരുമിച്ച് കൂടിയ ക്യാമ്പിൽ വെച്ച് നടക്കുന്ന പരിപാടി. എന്താ പരിപാടി? ബ്രൂസ് ലീയുടെയും ജാക്കി ചാന്റെയും സിനിമാ പ്രദർശനം കുറച്ചു നേരം കാണിച്ചു തന്നു. മൂപ്പരെ വിളിക്കാത്തോണ്ട് മൂപ്പർക്ക് പറ്റി വലിയ ഓർമ്മ ഉണ്ടാവില്ല, അതാ ചോദിക്കുന്നത്. അപ്പോ പിന്നെന്താ പറഞ്ഞാൽ അറിയോ? പിന്നെ പറയാം, പിന്നെ ആരും ഉറങ്ങിയില്ല. അങ്ങനെയുണ്ട് പരിപാടി. കിട്ടപ്പോ കിട്ടിയപ്പോ മൗലവിമാര് പിന്നെ ഉറങ്ങിയില്ല. ഇനി കേട്ടോ, അതിനുശേഷം ക്യാമ്പിൽ പ്രവർത്തകരുടെ സർഗവാസന പ്രകടമാക്കുന്ന വേദിയുണ്ടായിരുന്നു. ആർക്കും ഏത് പാട്ടും പാടാം. സിനിമാ പാട്ടോ മുസ്ലിം ഗാനങ്ങളോ എന്തും പാടാം. അപ്പൊ ഒരാൾ എഴുന്നേറ്റ് ബദരീങ്ങളും അത് പാടി ഞങ്ങൾ വിചാരിക്കുന്നത് അല്ലല്ല. പിന്നെന്താ അവിടെ നടന്നത്? എന്റെ കൂട്ടുകാരൻ വയലാറിന്റെ മധുര മനോഹരമായ പ്രണയഗാനം ആലപിച്ചു. ഇയാൾ പറയാൻ, എന്റെ കൂട്ടുകാരൻ വയലാറിന്റെ മധുര മനോഹരമായ പ്രണയഗാനം ആലപിച്ചു. പിന്നീട്
പിന്നീട് തർത്തീബ് പ്രകാരമാണ്. പിന്നീട് മിമിക്രി, മോണോ ആക്ട്, ശേഷം നുണ പറയൽ മത്സരം നടന്നു. കണ്ടോ, ഈ തർത്തീബ് പ്രകാരം ഇതിൽ വിശദീകരിച്ചു നിങ്ങൾക്ക് കാണാം. എല്ലാവരും ആവേശത്തോടെ പരിപാടിയിൽ പങ്കെടുത്തു. അപ്പൊ നമ്മൾ മൗലിദ് ഓതൽ വേണ്ട, റാത്തീബ് വേണ്ട, ഹത്താദ് വേണ്ട, പിന്നെ അതിന് പകരം സ്ഥാപിക്കേണ്ട സംസ്കാരം എന്താ? ഈ ബ്രൂസ്ലിയുടെയും അതുപോലെ വയലാറിന്റെയും സംസ്കാരം, ഇതും കൂടെ നിങ്ങൾ ഈ സമൂഹത്തിൽ നിന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തോളൂ എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്.